കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി വർഗീയ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയ വൺ ചാനൽ റിപ്പോർട്ടറുടെ മുഖത്ത് നോക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ശക്തമായ രണ്ട് വാചകം പറഞ്ഞു. കുറച്ചു വൈകിയായിരുന്നെങ്കിലും മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കൊട്ടേഷനും ഒപ്പം തന്നെ ഇടതുപക്ഷക്കാരെ മുഴുവൻ സംഘി ചാപ്പ കുത്താനുള്ള പരിശ്രമത്തിന് അനുയോജ്യമായിട്ടുള്ള മറുപടി. ഏത് തെളിവ് വെച്ചിട്ട് പറയണ്ട, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്ത് തെളിവ് വെച്ചിട്ടാ വെറുതെ വർത്താനം പറയാൻ ഏതാ നിങ്ങൾ പറഞ്ഞോ, ഏതാ മാധ്യമം? മീഡിയ വണ്ണ. അത് തന്നെ പണി. മീഡിയ വണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. നിങ്ങളല്ലേ ജമാഅത്ത് ഇസ്ലാമിന്റെ വെക്കുതാവും. മീഡിയ വണ്ണെന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം, കാടകൂള വിഷം. ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ, ഒന്നാം സ്ഥാനത്ത് BJPയും RSSും, രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയാണ്. അത് പറയുന്നില്ല. അതിങ്ങനെ വളച്ചു കെട്ടി പറയാനൊന്നും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, രാജ്യത്തിലെ മുഴുവൻ ആൾക്കും അറിയാം മീഡിയ വേണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സുഹൃത്തെ, ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ്. വേഷം കലർത്തരുത്, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല, കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ്. ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതാണ്, ഈ പണിയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ്. അപരനിർമ്മിതി RSസുകാരും BJPക്കാരും ജമാഅത്തെ ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ്. അവരന്മാരെ കണ്ടെത്തുക, എന്നിട്ട് അവരന്മാരുമായി ശത്രുക്കളാക്കുക, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്, ഈ കേരളത്തെ അങ്ങോട്ട് വിട്. അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. മാനവീയതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അതിന്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിന്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഗൗരവപൂർവ്വം ഞാൻ പറയാത്, അത് വെറുതെ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാണ്. നിങ്ങൾ എന്താ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടല്ലോ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പറയുന്നത് പറ, ഞാൻ അതിന് മറുപടി അറിയാം. പറ, ഒന്ന് പറ. അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ. നിങ്ങൾ 42 കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധമുണ്ട് പറഞ്ഞു, ഞാൻ നിഷേധിച്ചു. ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല, അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയുന്നത് എന്തിനാ? നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് UDFുമായി ബന്ധപ്പെട്ട് അവന്റെ നാക്കിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത് കേട്ടോ. കുറച്ച് വൈകിപ്പോയിരുന്നു. കാര്യം, കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മൗദൂദികൾ മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ വന്നിരുന്ന് പണം കൊടുത്ത് ഇതര മതസ്ഥരെ കൂടി അതിനകത്ത് പ്ലേസ് ചെയ്തതിന് ശേഷം മതേതരത്വം ബാലൻസ് ചെയ്ത് കാണിക്കാൻ ചില മുഖങ്ങളെയും പർച്ചേസ് ചെയ്ത് വെച്ചതിന് ശേഷം വിഷം കലർത്തി വരികയായിരുന്നു. സകലരുമല്ല, ചിലർ. ആ പണിക്ക് ചിലർ ഒപ്പമിരിക്കേണ്ട ഗതികേട് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പണിക്കാണ് ഇന്നിപ്പോ വളരെ ശക്തമായിട്ട് ഗോവിന്ദ മാഷി മറുപടി പറഞ്ഞത്. കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്ന രണ്ട് വിഭാഗക്കാർ, ഒരു സൈഡിൽ സംഘപരിവാർ സ്പോൺസേഡ് ചാനലുകളും മറ്റൊരിടത്ത് മൗദൂദി സ്പോൺസേഡ് ചാനലും, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കേരളത്തിന്റെ മതേതരത്വം നശിപ്പിക്കുകയും കേരളത്തിൽ വർഗീയ വിഷങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മൗദൂദി ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിലിരുത്തി മുസ്ലിം മതവിഭാഗക്കാരോട് നട്ടാൽ കുരുക്കാത്ത പച്ച നുണയും ചില പ്രതികരണങ്ങളുടെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇടതുപക്ഷക്കാരെ സംഘി ചാപ്പ കുത്താൻ വേണ്ടി ഈ മൗദൂദി വിഷങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിനെതിരെ, അത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിനെതിരെ തന്നെയാണ് ശബ്ദമുയർത്തേണ്ടത്. ഇനിയിപ്പോ മാധ്യമ സ്വാതന്ത്ര്യവുമായിട്ട് വരും, അല്ലെങ്കിൽ അവർ സ്വയം മതേതര ബോധമാണ്, ജനാധിപത്യ ബോധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അടിച്ചു വരും. കാര്യം, സ്വയം ഞങ്ങൾ മതേതരരാണ് പറയുന്ന വാചകങ്ങൾ കേട്ടാൽ സംഘപരിവാർ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റും ജനം TVയും എന്താണോ
ഹിന്ദു മതവിഭാഗക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന പച്ച നുണ, അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ വളർത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർ ഫണ്ടിംഗ് ഉണ്ടാക്കി ഒരു മാധ്യമം പത്രവും ഒരു മീഡിയ വൺ ചാനലും തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലൂടെ മതത്തിന്റെ മറ പിടിച്ചുകൊണ്ട് മനുഷ്യരുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുകയാണ്. KM ഷാജിയെ പോലുള്ള ചില വർഗീയവാദികളെയും ഒപ്പം തന്നെ സമൂഹത്തിൽ പണം കൊടുത്താൽ ആർക്കനുകൂലമായി സംസാരിക്കാൻ പറ്റുന്ന വർഗീയ വിഷനാവുകളെ മുഴുവൻ പർച്ചേസ് ചെയ്ത് അതിനകത്ത് കൊണ്ടിരുത്തി മാധ്യമ സ്ഥാപനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിഷം തുപ്പലിനെതിരെയുള്ള ശക്തമായ പ്രതികരണം തന്നെയാണ് ഗോവിന്ദൻ മാഷ് നടത്തിയിരിക്കുന്നത്. ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നടത്തി അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മതേതര ബോധമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ വരെ വർഗീയ ചിന്തകരാക്കി മാറ്റുന്ന ഈ കാളകൂട വിഷങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയാൽ മാത്രമേ ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകൂ. ജനൻ ടിവിയെയും ഏഷ്യാനെറ്റിനെയും എങ്ങനെയാണോ സംഘപരിവാർ ചാനലായിട്ട് നമ്മൾ കണ്ട് അകറ്റി നിർത്തുന്നത്, അതുപോലെ തന്നെ മൗദൂദി ചാനലായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണിനെയും വർഗീയ ചാനലായി കണ്ട് അകറ്റി നിർത്തേണ്ടത് കേരള സമൂഹത്തിന്റെ മത ഐക്യം നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ സംബന്ധിച്ച് ഉറക്കെ സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം പുരോഗമന പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് അത്തരം ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കേണ്ടത് ഈ നാടിന്റെ നാളുകളുടെ മതസൗഹാർദ്ദത്തിനു കൂടി ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞ വാചകത്തെ ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ട. നാട് കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒടുവിൽ ഗതികെട്ട് നടത്തേണ്ടി വരുന്നത്.